ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ വേൾഡ് എന്ന ചാപ്റ്ററിലെ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. പാലിൻഡ്രോമിക് നമ്പേഴ്സ്. വാട്ട് ഈസ് പാലിൻഡ്രോമിക് നമ്പേഴ്സ്? There are some numbers which read the same when the digits are put in the reverse order. അതായത് നമ്മൾ ഒരു സംഖ്യനെ തിരിച്ചിട്ട് വായിച്ചാൽ അതിലെ ഡിജിറ്റ്സ് റിവേഴ്സ് ഓർഡറിൽ എഴുതി വായിച്ചാലും സെയിം നമ്പേഴ്സ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം നമ്പേഴ്സിനെയാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത്. ഇരുവഴി സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഭാഗത്തു നിന്ന് വായിച്ചാലും ആ സംഖ്യ സെയിം തന്നെ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 1 2 3 2 1. ഇതിനെ നമുക്ക് തിരിച്ചു വായിച്ചാലും എന്ത് വായിക്കാം? 1 2 3 2 1 തന്നെ വായിക്കാം. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ സെയിം സംഖ്യകൾ തന്നെ രണ്ടും വരണം, എന്നാലേ നമുക്ക് തിരിച്ചു വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 11 22 33 ഇങ്ങനെ വന്നാലേ നമുക്ക് തിരിച്ചു വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ 2 ഡിജിറ്റും സെയിം ആണെങ്കിൽ മാത്രമേ പാലിൻഡ്രോംസ് ആവുകയുള്ളൂ. ഇത്തരം സംഖ്യകളാണ് പാലിൻഡ്രോംസ്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ 28ാമത്തെ പേജിലുള്ള ചോദ്യങ്ങളാണ്. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ്? എത്ര രണ്ടക്ക സംഖ്യകളാണ് പാലിൻഡ്രോംസ് അല്ലെങ്കിൽ ഇരുവഴി സംഖ്യകൾ? എത്ര സംഖ്യകൾ വരും? ഞാൻ പറഞ്ഞു 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കേസിൽ 2 ഡിജിറ്റും ഒരേപോലെ ആണെങ്കിൽ മാത്രമേ അത് പാലിൻഡ്രോംസ് ആവുള്ളൂ. ഇപ്പോൾ 11 22 33 ഇങ്ങനെയുള്ള സംഖ്യകൾ മാത്രം. നമ്മൾ 12 അല്ലെങ്കിൽ 12 എന്ന് എഴുതിയിട്ട് അതിനെ തിരിച്ചിട്ടാൽ നമുക്ക് ഒരിക്കലും 12 കിട്ടില്ല, കാരണം അത് 21 എന്നേ കിട്ടുള്ളൂ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ 2 ഡിജിറ്റും സെയിം ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? പാലിൻഡ്രോംസ് ആവുള്ളൂ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ പാലിൻഡ്രോംസ് ഏതൊക്കെയാണ്? 11 22 33 44 55 66 77 88 ആൻഡ് 99. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് പാലിൻഡ്രോംസ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. ഇനി ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ്? എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സാണ് പാലിൻഡ്രോംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ 90 ആണ്. ഇനി എങ്ങനെയാണ് 90 കിട്ടിയതെന്ന് പറയാം. ഓരോ പാലിൻഡ്രോംസ് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു 2 ഡിജിറ്റ് നമ്പർ എടുക്കാം. ഇപ്പോൾ 1 2 എന്ന് ഉള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനെ 3 ഡിജിറ്റ് ആവും വേണം. പാലിൻഡ്രോം ആവണമെങ്കിൽ എന്ത് വേണം? ഈ 2 അക്കം കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ വന്ന അതേ അക്കം തന്നെ ലാസ്റ്റിൽ വരണം. 3 ഡിജിറ്റ് പാലിൻഡ്രോംസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യ സെയിം ആയിരിക്കണം, നടുവത്തെ സംഖ്യ മാത്രമേ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ 2 ഡിജിറ്റ് നമ്പർ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റത്തെ അക്കം ലാസ്റ്റിലും കൂടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3 ഡിജിറ്റ് ആയിട്ടുള്ള പാലിൻഡ്രോംസ് കിട്ടും. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം 90 ആണെങ്കിൽ നമുക്ക് പാലിൻഡ്രോംസ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം 90 കിട്ടും. കാരണം എന്താണ്? എത്ര എണ്ണാണോ 2 ഡിജിറ്റ് നമ്പർ അതിൻ്റെ സെയിം ആണ് നമുക്ക് 3 ഡിജിറ്റ് ആയിട്ടുള്ള പാലിൻഡ്രോംസ് കിട്ടുക. കാരണം ഈ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സെയിം ഫസ്റ്റിലെ അക്കം ലാസ്റ്റ് കൊടുക്കുന്നതാണ് 3 ഡിജിറ്റ് ആയിട്ടുള്ള പാലിൻഡ്രോംസ്. അതുകൊണ്ട് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള പാലിൻഡ്രോംസിൻ്റെ എണ്ണം 90 ആണ്. അടുത്തത് ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ്? ഇതും അതുപോലെ തന്നെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. എത്ര 4 ഡിജിറ്റ് നമ്പർ പാലിൻഡ്രോംസ് ഉണ്ട് എന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 എന്നുള്ള ഒരു നമ്പർ അതൊരു 2 അക്ക സംഖ്യയാണ്. പക്ഷേ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ ഫസ്റ്റത്തെ അക്കം ലാസ്റ്റും വരണം, രണ്ടാമത്തെ അക്കം മൂന്നാമതും വരണം, എന്നാലേ നമുക്കത് തിരിച്ചും വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 2 എന്ന് തുടങ്ങുന്ന ഒരു 2 അക്ക സംഖ്യനെ 1 2 2 1 എന്ന് എഴുതുക. അപ്പോൾ 4 അക്ക സംഖ്യയായി, പാലിൻഡ്രോമായി. അപ്പോൾ ഏതൊരു 2 അക്ക സംഖ്യനെയും അതേ സംഖ്യ തിരിച്ചും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 ഡിജിറ്റ് ആയിട്ടുള്ള പാലിൻഡ്രോം കിട്ടും. അപ്പോൾ 4 ഡിജിറ്റ് പാലിൻഡ്രോംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ അതും 2 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണാണോ അത്രയും എണ്ണം തന്നെയാണ് 4 ഡിജിറ്റ് പാലിൻഡ്രോംസും നമുക്ക് കിട്ടുക. അപ്പോൾ ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ് എന്ന് ചോദിച്ചാൽ ആൻസർ 90 ആണ്.
2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം 90 ആണ്. സോ 4 ഡിജിറ്റ് പാലിൻഡ്രോംസും 90 ആണ്.